ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ എന്താ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും, പിന്നെ അതാ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും, പിന്നെ തക്കാളിയാണ്, അതും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. 2 മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിലെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതാ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ മയണൈസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മിക്സ് ചെയ്യുമ്പം ഓവറായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല, നമ്മൾ മുട്ടയൊക്കെ ഉടഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ 2 മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബ്രെഡിൻ്റെ അളവിനനുസരിച്ച് പാലിൻ്റെയും മുട്ടയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ഒരു 1/4 കപ്പ് അളവിലാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫോർക്കോ വിസ്കോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ എന്താ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടറും എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ഓരോന്നായിട്ട് ബ്രെഡ് മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 4 ബ്രെഡ് ഒരുമിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ 2-3 തവണ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏത് കളറിലാണ് ബ്രെഡ് ഇരിക്കേണ്ടത് ആ ഒരു കളർ ആവുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഈ ഒരു കളർ ആയപ്പോഴത്തേക്കും ഇതിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. എന്നിട്ട് ഇതാ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബ്രെഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടോസ്റ്റ് ചെയ്ത ഒരു ബ്രെഡും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് മക്കൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.